നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖല, പാർപ്പിടം, കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിയുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് അവതരിപ്പിച്ചത്. പാറളം പഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. തളിക്കുളം ഏറനെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണം ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ പങ്കാളികളായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇവിടെ നടക്കുന്നു. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഇതുകൊണ്ട് എല്ലാം നടക്കണമെന്നില്ല. ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്ത് അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യരടക്കം ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് 1992 റിയോ ഡി ജനറോയിൽ തുടങ്ങിയ വർത്തമാനമാണ് ഇപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാർബണിന്റെ പ്രസരണം കുറയ്ക്കുക, അതുവഴി ആഗോള താപനത്തിൽ നിന്ന് ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ, ഈ അന്തരീക്ഷത്തെ ആകുമാനം രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വളരെ എളുപ്പത്തിലാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലോകത്ത് വികസിത രാജ്യങ്ങളിൽ ഇന്ന് നിൽക്കുന്ന ഒരു പുതിയ പദ്ധതിയുടെ ആദ്യഘട്ടമായി പാറളം പഞ്ചായത്തിലെ 11ാം വാർഡിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പുതിയ വാർഷിക പദ്ധതിയിൽ അവിടിശ്ശേരി, ചേർപ്പ് പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളെയും പദ്ധതിക്കായി തെരഞ്ഞെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. പാറളം പഞ്ചായത്തിലെ ചേനം ഗ്രാമത്തിൽ ചേർപ്പ് CNN, ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ, VVHSS എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാരും പാറളം പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളും തദ്ദേശവാസികളും ചേർന്ന് നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ പ്രകാശനമാണ് നടത്തിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചർച്ചകളൊക്കെ ലോക നിലവാരത്തിലും അതിന് ഏറ്റവും താഴെത്തട്ടിലുള്ള നമ്മുടെ ത്രിതല പഞ്ചായത്ത് ആണെങ്കിൽ വാർഡ് തട്ടിലൊക്കെ അത്തരം ചർച്ചകൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ വിദ്യാലയങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മെ സംബന്ധിച്ച് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഏറ്റവും സുഖകരമായ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാം. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കേണ്ടത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ്. അത് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത്. അതിനെ ചൂഷണ വിധേയമാക്കുമ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും മനുഷ്യന്. ചടങ്ങിൽ കില ഡയറക്ടർ ജോയ് ഇളമൻ റിപ്പോർട്ട് ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസഫ്, അംഗങ്ങളായ റോസ്ലി ജോയ്, TK ഗീത, NT സജീവൻ, അനിത മണി, TN ഉണ്ണികൃഷ്ണൻ, പാറളം പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, കില ഫാക്കൽറ്റി VV സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CK സംഗീത് എന്നിവർ സംസാരിച്ചു. സർവേയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പശ്ചാത്തല മേഖല, പാർപ്പിടം, കാർഷിക മൃഗസംരക്ഷണം, പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 22,45,00,000 രൂപയും സേവന മേഖലയ്ക്ക് 11,20,30,000 രൂപയും പശ്ചാത്തല സൗകര്യ വികസനത്തിന് 11,75,40,000 രൂപയും വകയിരുത്തി. 21,49,213 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അത് 100% അച്ചീവ്മെന്റിൽ എത്തിക്കുന്നതിനും എല്ലാവരുടെയും ഭരണസമിതി അംഗങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും നിർവഹണ ഉദ്യോഗസ്ഥരും കൈകോർത്ത് പിടിച്ച് നിന്നാൽ നമുക്ക് ആ വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായിരിക്കണമെന്ന്
മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ 24-25 ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതീക്ഷയിലാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലെ 4ാമത്തെ ബജറ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വിവിധ തലങ്ങളിൽ നിന്നുള്ള വരുമാനവും സഹായ സഹകരണവും ആവശ്യമാണ്. ബഹുമാനപ്പെട്ട MP TN പ്രതാപൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ CC മുകുന്ദൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AK രാധാകൃഷ്ണ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടാകുന്നുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് ആകെ 25 കോടി രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കായി 15,75 ലക്ഷം രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്നതിലേക്കുമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായും ആയുർവേദ, അലോപ്പതി, ഹോമിയോ ചികിത്സാ മേഖലയിൽ ഉൾപ്പെടെ 68 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് 15,30 ലക്ഷം രൂപ വകയിരുത്തി. ഇതോടൊപ്പം മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടും ശുചിത്വ പഞ്ചായത്ത് പദവി ലക്ഷ്യങ്ങൾക്കുമായി 47,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള മേഖല, ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്കായി 50 കോടി രൂപയും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി 3,50 ലക്ഷം രൂപയും വകയിരുത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യ രമേശ്, ജോസ് ചാക്കേരി, അനിത അനിലൻ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പാറളം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. പശു വളർത്തൽ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ആ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കന്നുകുട്ടി പരിപാലനം എന്ന് പറഞ്ഞ് കുട്ടിത്തീറ്റ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. ആ ഫണ്ടിന് മാറ്റിവെച്ച പൈസയാണ് ഇന്ന് നമ്മൾ പശു വളർത്തലിന് ഉപയോഗിക്കുന്നത്. അതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വനിതാ ഘടക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് പശു വളർത്തലിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത് തരുന്നത് നമ്മൾ വനിതയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അപേക്ഷ തരുന്നുണ്ടെങ്കിൽ വനിതകളുടെ പേരിൽ മാത്രം അപേക്ഷ തരണം. ഇപ്പോൾ തൽക്കാലം പഞ്ചായത്തിൽ അപേക്ഷ തരുമ്പോൾ ആരാണോ വീട്ടിലെ വനിത അവരുടെ പേരിൽ എഴുതിയിട്ട് വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി പഞ്ചായത്തിൽ നേരിട്ട് ഫ്രണ്ട് ഓഫീസിൽ 2 ദിവസത്തിൽ ഇന്നോ നാളെ ആയിട്ട് നമുക്ക് അപേക്ഷ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുതരണം. വെങ്ങനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ സിബി സുരേഷ്, ജൂബി മാത്യു, PK ലിജീവ്, മിനി വിനയൻ, വെറ്റിനറി ഡോക്ടർ ഡോസൻ എന്നിവർ സംസാരിച്ചു. എന്തായാലും എല്ലാ വാർഡിലും ഈ മുട്ടക്കോഴി വിതരണത്തിന് സാമാന്യം ഭേദപ്പെട്ട ആളുകൾ അപേക്ഷ തന്നിട്ടുണ്ട്. ആ മുട്ടക്കോഴി വിതരണം എന്ന പ്രോജക്റ്റ് തന്നെ നമ്മളിവിടെ വെക്കുന്നത് നമുക്ക് കോഴിമുട്ട ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന്, അതിന് ഉൽപാദനം ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി നമ്മുടെ ഭവനങ്ങളിൽ ചെറിയൊരു വരുമാനം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ദില്ലി ജന്തർ മന്ദിറിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, MLA മാർ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മറ്റു മന്ത്രിമാർ, നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 10-ന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50 കർമ്മ പരിപാടികളോടെയാണ് സുവർണ ജൂബിലി ആഘോഷിച്ചത്. സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ന് സന്യസ്ത സംഗമവും വിവാഹം കഴിച്ചയച്ച പെൺമക്കളുടെ സംഗമവും തുടർന്ന് 50 അച്ഛന്മാർ ചേർന്ന് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. തുടർന്ന് വൈകിട്ട് 7:30-ന് പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MP മുഖ്യാതിഥിയായിരിക്കും. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി പള്ളിയാരടിയിൽ തുടങ്ങിയവർ സംബന്ധിക്കും. നമ്മൾ 2:30 മുതൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. 2:30-ന് നമ്മൾ സന്യസ്ത സംഘം വെച്ചിട്ടുണ്ട്.
പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിവാഹിതരായ പെൺമക്കളെ നമ്മൾ പല സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചയച്ചിട്ടുണ്ട്. അവരുടെ ഒരു സംഗമം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ഈ 2:30 മുതൽ ശനിയാഴ്ച. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ഇടവകയിലേക്ക് തിരിച്ചു വരാൻ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംഗമത്തോടു കൂടിയാണ് ശനിയാഴ്ച 2:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 5:30 സമൂഹ ബലിയാണ്, വൈദികരുടെ എല്ലാവരും ചേർന്നുള്ള സമൂഹ ബലിയാണ് ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിൽ, കൈക്കാരന്മാരായ ജോർജ് ചാണ്ടി, ക്ലിന്റ് ബേബി, ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി പള്ളിയാരടിയിൽ, ട്രഷറർ, ജൂബിലി കമ്മിറ്റി ട്രഷറർ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ എന്നിവർ പങ്കെടുത്തു. വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്കായി തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാ സരസ്വതി മന്ത്രാർച്ചന നടത്തുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 7:30 വരെ നടക്കും. ബ്രഹ്മശ്രീ കിഴക്കേടം മാധവൻ നമ്പൂതിരി ആചാര്യനാകും. അർച്ചനയ്ക്കായുള്ള പുഷ്പങ്ങൾ വിദ്യാർത്ഥികൾ കൊണ്ടുവരേണ്ടതാണ്. അർച്ചനയ്ക്ക് ശേഷം ജപിച്ച സാരസ്വത നെയ്യെ സൗജന്യമായി കുട്ടികൾക്ക് സേവിക്കാനായി നൽകുമെന്നും ദേവസ്വം സെക്രട്ടറി A. കുമാരൻ അറിയിച്ചു. തളിക്കുളം ഏറനെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണം ഭക്തി നിർഭരമായി. പൂത്താലങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഗ്രാമപ്രദക്ഷിണം വർണ്ണാഭമായിരുന്നു. രാവിലെ നിർമ്മാല്യ ദർശനം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണ ചടങ്ങുകൾക്ക് തുടക്കമായി. CB പ്രകാശൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിന് ശേഷം ഭഗവതിയുടെ തിടമ്പേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടന്നു. തുടർന്ന് പൂത്താലങ്ങളോടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന് തുടക്കമായി. പ്രദക്ഷിണ വഴികളിൽ വീടുകൾക്ക് മുന്നിൽ ഭക്തർ നിലവിളക്കും നിറപറയും വെച്ച് ഭഗവതിയെ വരവേറ്റു. വൈകിട്ട് ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം ക്ഷേത്ര നടക്കൽ പറ നടന്നു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ AR റോഷ്, EVS സ്മിത്ത, ES ഷൈജു, പ്രിൻസ് മദൻ, EV ഷെറി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഉത്സവ ദിനമായ വെള്ളിയാഴ്ച കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളത്തോടെ പ്രഭാത ശിവേലി നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പൊക്കുന്നി ജയൻ നയിക്കുന്ന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയും 9 ആനകളോടെയും ഭഗവതി കാഴ്ച ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളും. തുടർന്ന് പെരുവനം സതീശന്മാരാരും പനങ്ങാട്ടിരി ശശിയും നയിക്കുന്ന പാണ്ടിമേളം അരങ്ങേറും. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് എഴുന്നള്ളിപ്പിന് ശേഷം രാവിലെ നമ്പിക്കടവിലേക്ക് ഭഗവതിയുടെ ആറാട്ടിനെഴുന്നള്ളിപ്പും കൊടിക്കൽ പറയും നടക്കും. മകരത്തിൽ മരം കോച്ചും തണുപ്പ് എന്നാണ് ചൊല്ല്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ചൊല്ലുകളെയെല്ലാം തകിടം മറിച്ചു. ഇതിനിടെ വ്യാഴാഴ്ച രാവിലെ ഊരകം അമ്മ തിരുവടി ക്ഷേത്രവും ഊരകം ദേശവും മഞ്ഞുമൂടിയ കാഴ്ച ഏറെ മനോഹരമായിരുന്നു. സമീപത്തെ വീടുകളെയോ ആളുകളെയോ കാണാനാകാത്ത വിധം മഞ്ഞുമൂടിയ കാഴ്ചയാണ് ഉണ്ടായത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 1,16,965 രൂപ പ്രാരംഭ ബാക്കിയും 30,66,38,485 രൂപ വരവും 31,27,11,875 രൂപ ചെലവും 55,72,2,575 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രജനി ബാബു അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, മൃഗസംരക്ഷണം, ആരോഗ്യമേഖല തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. സംഗ്രഹം പ്രാരംഭ ബാക്കി 1,45,45,965 വരവ് 30,66,38,485 ആകെ 31,82,84,450 ചെലവ് 31,27,11,875 നീക്കിയിരിപ്പ് 55,72,575. റൊട്ടിക്ക് കടിപിടി കൂടുന്ന പട്ടികളെ പോലെ കടിപിടിക്കുന്ന മനുഷ്യജന്മങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ ചെറുതെങ്കിലും നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ കുലങ്കഷമായി ചിന്തിക്കണം. അതിൽ കൂടെ ചിലപ്പോൾ എവിടെ നിന്നാണ് ഒരു സ്പാർക്ക് പോലെ, ഒരു പൊട്ടിത്തെറി പോലെ ഒരു നിർദ്ദേശം, നല്ല നിർദ്ദേശം, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിന് ഇതാണ് ഉപകാരം അല്ലെങ്കിൽ ഇതാണ് ആവശ്യം എന്ന് പറയുന്ന
ചെറിയ എന്തെങ്കിലും സംഭാവന ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിയുടെ സർവേ റിപ്പോർട്ട് പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. പശ്ചാത്തല മേഖല, പാർപ്പിടം, കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിയുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് അവതരിപ്പിച്ചത്. പാറളം പഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. തളിക്കുളം ഏർനെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണം ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ പങ്കാളികളായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.